ബുക്ക് വായിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇത് നമുക്ക് ഒരിക്കലും കിൻഡിൽ വെച്ച് വായിച്ചാൽ പോലും കിട്ടൂല. വായന ഒരിക്കലും മരിക്കത്തില്ല. ലൈബ്രറി വന്നിട്ട് ഇപ്പൊ ഞാൻ ഒരാഴ്ച ആയതേ ഉള്ളൂ. ഞാൻ അങ്ങനെ കൂടുതൽ ബുക്സ് ഒന്നും വായിക്കാറില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം അന്നത്തെ ദിവസം തന്നെ ഞാൻ മെമ്പർഷിപ്പ് എടുക്കുകയും ചെയ്തു. അടുത്ത ദിവസം തന്നെ എന്റെ ഫാമിലിയെയും എന്റെ കൊച്ചുങ്ങളെയും ഞാൻ കൊണ്ടുവന്ന് ഇവിടുന്ന് 5 ബുക്സ് എടുത്തിട്ട് പോവുകയും ചെയ്തു. ലൈബ്രറി എന്ന് പറയുന്നത് ജസ്റ്റ് വന്ന് ബുക്ക് വായിച്ച് പോകാനുള്ളൊരു സ്ഥലമല്ല. നമുക്ക് ആൾക്കാർ വരും, സംസാരിക്കും. ഇപ്പൊ നമ്മളൊരു ബുക്ക് വായിച്ചാൽ അതേ ബുക്ക് വായിച്ചാൽ വേറൊരാളോട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു നൂറ്റാണ്ടിനും അപ്പുറം വിജ്ഞാനത്തിന്റെ ശക്തി കേന്ദ്രമായി നിലകൊള്ളുന്ന ഒരു സ്ഥലത്താണ്. വൺ ഓഫ് ദ ഓൾഡസ്റ്റ് സ്കിൽ സെന്റേഴ്സ്, കേരള സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി. ജനങ്ങളുടെ ഇടയിൽ വലിയൊരു ഇമ്പാക്റ്റ് ആണ്. സാധാരണക്കാരായ ആളുകൾക്ക് ഈ ലൈബ്രറിയിൽ വരികയും പല സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള പുസ്തകങ്ങൾ ഇവിടെ ഉണ്ട്. ഇഷ്ടംപോലെ ബുക്സ്, ചരിത്രത്തിനെ കുറിച്ചായാലും ശരി തന്നെ, ഓരോ കണ്ടുപിടുത്തങ്ങളായാലും ശരി തന്നെ, റെഫറൻസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഇവിടെ കയറി വരുന്നുണ്ട്. നല്ലൊരു അനുഭവമാണ്. ഇവിടുത്തെ ഒരു വായനാശീലം കൊണ്ടാണ് ഏതെങ്കിലും രീതിയിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളത് പല സെക്രട്ടറിമാരും ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. റീഡിങ് ആസ് എ സ്കിൽ ഒരു റീസെർച്ച് ടൂൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. നല്ലൊരു നോളജ് കിട്ടും പല ബുക്സ് വായിച്ച് തന്നെ. ഈ ബുക്കുകൾ വായിച്ചു കഴിഞ്ഞാൽ രസം കിട്ടും, പക്ഷെ അതിൻ്റെ കൂടെ നമ്മുടെ വൊക്കാബുലറിയും കൂടും. അതിൽ അവർ പറയുന്ന വേർഡ്സ് നമുക്ക് മനസ്സിലാവും. കൂടുതൽ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് പറയാനും എല്ലാം സാധിക്കും. വലിയ കമ്പനികളുണ്ടല്ലോ, അവരുടെ വലിയ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൊണ്ടെന്നായി നമ്മൾ വിചാരിക്കും, പക്ഷെ നമ്മൾ ഇംഗ്ലീഷ് നന്നായിട്ടൊക്കെ പറയും. റീഡിംഗ് നൽകുന്ന ഒരു സംതൃപ്തിയും റീഡിംഗ് നടത്തി കിട്ടുന്ന അറിവും അത് എത്രത്തോളം സ്ഥിരതയുള്ളതായിരിക്കും എന്നുള്ള കാര്യം അത് വായിച്ച് നോക്കി പഠിച്ച് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാവും. പുസ്തകങ്ങൾ പലതരം അഡിക്ഷനുകളിൽ നമ്മളെ മാറ്റി നിർത്താൻ സഹായിക്കുന്നുണ്ട്. നമ്മളെ വായനയിലേക്ക് അഡിക്റ്റഡ് ആവുകയാണെങ്കിൽ നമ്മളെ എപ്പോഴും വഴിതെറ്റാതെ ശരിയായ വഴിയിലൂടെ നടത്തുകയും ഒരു നല്ല മനുഷ്യനാവാൻ സാധിക്കുകയും ചെയ്യും. നമ്മുടെ മൊത്തം ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിനും വ്യക്തിത്വ വികസനത്തിനും വായനയാവണം ലഹരി.